സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സൈന് ആറിൽ നിന്ന് -1 1 അപ്പോൾ സൈൻ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാ? -1 1 നിന്ന് 6 അപ്പോൾ ഇവിടുത്തെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ -1 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ -1 1 ആണ് നമ്മൾ എവിടെ? എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ റേഞ്ചാണ് ഇവിടെ 6. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തത് സൈൻ ഇൻവേഴ്സിൽ y ആക്സിസിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ 0 മുകളിലോട്ടാണ് അല്ലേ? പോസിറ്റീവ് π/2 π 3π/2 2π 5π/2 എക്സെട്ര. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. ഇനി താഴോട്ട് -π/2 -π -3π/2 -2π ഇങ്ങനെ. ഇനി ഇവിടെ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ 0 0 വരുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ 1π/2 പറഞ്ഞ ഗ്രാഫ് വരും. 1π/2 പിന്നെ ഏത് പോയിന്റ് വരും? ഇവിടെ ഏതാ? π0 പറയുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ 0π വരും. 0π എവിടെയാണ്? 0π ഇവിടെ. പിന്നെന്താ? ഇവിടെ ഇത് പോയിന്റ് വരുന്നുണ്ട് 3π/2 -1. അപ്പോൾ 3π/2 -1 ആണ്. ഇവിടെ ഏത് വരും? -1 3π/2 എന്നുള്ള പോയിന്റ് വരും. അത് തിരിച്ചിട്ടുള്ള പോയിന്റ് സൈൻ എക്സിൽ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പോയിന്റാണ് ഇവിടെ വരിക. ഇവിടെ 2π 0 അല്ലേ? 2πയിൽ 0 ആണ്. അപ്പോൾ 2π, 0 ആണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 2π എന്നുള്ള പോയിന്റ്. 0 2π എന്നുള്ള പോയിന്റ് ഏതാ? ഇത്. പിന്നെ ഇവിടെ എന്താ? 5π/2 1 ആണ്. അപ്പോൾ തിരിച്ചിട്ടുള്ള പോയിന്റ് ഏതാ? 1 5π/2 1, 5π/2 ഏതാ പോയിന്റ്? ഇതാണ് പോയിന്റ്. ഇനി നെഗറ്റീവ് -5/2 എടുത്തപ്പോൾ പോയിന്റ് ഏതാ? -1. അപ്പോൾ -5/2 എടുത്തപ്പോൾ -1. അതിന് തിരിച്ചിട്ട് ഏത് പോയിന്റ് കിട്ടും? -1, -π/2. അപ്പോൾ -1 എക്സ് ആക്സിസിലും -π/2 y ആക്സിസിലും. അപ്പോൾ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും. ഇനി -π 0 ആണ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 0 - π അല്ലേ? ഇതല്ല, സോറി, 0 - π. അപ്പോൾ ഈ പോയിന്റ് ഇത് കിട്ടും. ഇനി അടുത്തത് ഇതിൽ ഏതാണ് പോയിന്റ്? ഇവിടെ ഏതാ പോയിന്റ്? -3π/2 1 ആണ് അല്ലേ? -3π/2 1. അപ്പോൾ 1 -3π/2 അതിന് തിരിച്ചിട്ട് അതല്ലേ കിട്ടുക? ഇനി അടുത്തത് -2π 0 ആണ്. അപ്പോൾ അതിന് തിരിച്ചിട്ട് അത് കിട്ടും 0 -2π എന്ന് കിട്ടും. അപ്പോൾ ഏതേതാ പോയിന്റ്? ഇത്. ഇനി ഇതൊക്കെ നമ്മൾ വരച്ചാൽ എങ്ങനെ കിട്ടും? വരച്ചാൽ കണ്ടോ? ഇതാണ്